അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെ പത്തുമണികളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് 5 മിനിറ്റിൽ ഒരു ഉപ്മാവ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മാതിരി വളരെ പെട്ടെന്ന് രാവിലെയൊക്കെ നീച്ചിട്ട് വളരെ പെട്ടെന്ന് റവയൊന്നും വറുക്കൊന്നും വേണ്ട കേട്ടോ. ഒന്നും വർക്കൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഉപ്മാവാണ്. എന്നാൽ പിന്നെ അത് കാണണ്ടേ, എന്നാണ് പോന്നോളെ. അപ്പോൾ അതിനാദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ട എന്താണ്, ഒരു ചട്ടിയോ പാത്രം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യോ എണ്ണ എന്താ നിങ്ങളെടുത്തില്ലത് വെച്ചെങ്കിൽ അതൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതിൽ കുറച്ച് കടുക് ഒക്കെ ഇട്ട് പൊട്ടിക്കുക. കുറച്ച് കടലപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. എന്നിട്ട് പിന്നെ ഉള്ളി അധികം ചോക്കരുത് കേട്ടോ. ഉള്ളി ചോത്ത് കഴിഞ്ഞാൽ ഉപ്മാവിൻ്റെ കളറും മാറും. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ ഇടേണ്ട കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി എല്ലാം ഇട്ടിട്ട് ഉള്ളി അധികം വാടാതെ ചോക്കാതെ അതിൻ്റെ മുന്നേ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആ വെള്ളം തിളച്ച് വരുമ്പോൾ അതിക്ക് റവ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഉപ്മാവിൽ നിങ്ങൾ കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് ബീൻസോ ക്യാരറ്റോ അങ്ങനെയുള്ള സാധനം കൂടിയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു ഹെൽത്തിയാണ്. പിന്നെ അത് കഴിക്കുമ്പോൾ പഴത്തിൻ്റെ കൂടെ, നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് ഉപ്മാവ് കഴിച്ച് നോക്കണ്ട കേട്ടോ. അതും വല്ലാത്തൊരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു പഴമുണ്ട്, ആ പഴത്തിൻ്റെ കൂടെ കഴിക്കുന്ന വീഡിയോയും കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് തരാം. ഉപ്മാവും പഴവും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കൊണ്ട്. പുട്ടും പഴവും കഴിക്കുന്നവരുണ്ടാവും, പക്ഷേ ഉപ്മാവും പഴവും നല്ലൊരു ടേസ്റ്റാണ്. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കുന്നുണ്ട്. അവർ വീണ്ടും വീണ്ടും നിങ്ങളോട് ചോദിച്ചു വാങ്ങും. കാരണം അപ്പോൾ ഈ ചില ആൾക്കാർ ഉപ്മാവിൽ പഞ്ചസാര ഇട്ട് കഴിക്കും. ആ പഞ്ചസാര ഇട്ട് കഴിക്കണേലേറെ നല്ലത് ഇതേമാതിരി പഴം ഉണ്ടെങ്കിൽ പഴം ഇട്ട് കഴിക്കുകയാണെങ്കിൽ, കൂട്ടി കഴിക്കുകയാണെങ്കിൽ ആ ഉപ്മാവിന് ചെറിയൊരു മധുരവും കിട്ടും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മളെ ഉപ്മാവ് ഇവിടെ റെഡിയായി കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് ഉപ്മാവ് റെഡിയാക്കാം. നല്ലോണം വെള്ളമൊക്കെ പാകത്തിന് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഉപ്മാവായി. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്നൊരു 5 മിനിറ്റ് ഒന്ന് ദമ്മിൽ വെക്കുക. ആവിയിൽ കടന്നിട്ട് വേവാത്തതൊക്കെ ഉണ്ടെങ്കിൽ, ഇനി ചെറുതായിട്ട് വേവാൻ കുറവുണ്ടെങ്കിൽ അതൊന്ന് ദമ്മ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു കനം കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഉപ്മാവ് വെന്ത് കിട്ടും വളരെ പെട്ടെന്ന്. വീട്ടുകളിൽ കൂടിയൊക്കെ രാവിലെ ചില ദിവസങ്ങളിലൊക്കെ ഉപ്മാവ് മറ്റുള്ളതൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ എല്ലാവരും ഉപ്മാവ് ഉണ്ടാക്കുന്നുണ്ടാകും. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു പണിയാണല്ലോ ഈ ഉപ്മാവ് അല്ലേ. പക്ഷെ ഉപ്മാവ് നല്ലതാണ്. എന്നും ഈ ദോശയും അപ്പമൊക്കെ ആകുന്ന ഒരു ദിവസം ഒരു ചേഞ്ച് ആകുന്നത് നല്ലതല്ലേ. ഇടയ്ക്കൊരു ചേഞ്ച് വേണ്ടേ. പക്ഷെ ആ ചേഞ്ചിൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു പഴം കൂടിയും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തോളൂ. പുതിയ മുത്തുമണികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു കൊടുത്തോളുണ്ട്. ചെറിയ വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നുണ്ട് ഇൻഷാ അല്ലാ. അതുവരേക്കും എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ. ഉപ്മാവ് കഴിക്കുമ്പോൾ പഴം കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൊണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ, ചെറിയ വീഡിയോ. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി അതൊന്ന് ബന്ധാക്കി വെച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഉപ്മാവിൻ്റെ കൂടെ പഴം കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കുകൊണ്ടു. മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്ത് നോക്കുകൊണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളോട് ആരും ഉപ്മാവ് വേണ്ടെന്ന് പറയില്ല ഇതുപോലെയാണെങ്കിൽ. ഓക്കെ. അപ്പോൾ ഈ ഉപ്മാവിൻ്റെ കൂടെ പഴം കൂടിയും കൂട്ടി കഴിക്കുമ്പോൾ അത് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പഴം മറ്റേ ഏത്തക്കായ എന്നല്ല കേട്ടോ. പഴവും ഈ ഉപ്മാവും പാടെ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുന്നുണ്ടോ.
നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാത്തവരൊക്കെ ഒന്ന് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ പഴം വെച്ച് ഒന്ന് കൂട്ടി കഴിച്ച് നോക്കുന്നുണ്ട്. പഴം ചെറുതായിട്ട് അയക്കണം കട്ട് ചെയ്തിട്ടാൽ മതി. കുറച്ച് നല്ല പഴുത്ത പഴമായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായി. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉപ്മാവ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. പഴം ഇതുപോലെ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തിട്ടിട്ട് അതിങ്ങനെ കൂട്ടി കഴിച്ചാണ്ടല്ലോ വല്ലാത്തൊരു ടേസ്റ്റാണ്.